back to our channel today. So ഇന്ന് നമ്മൾ ഒരു day in my life അല്ല day in our life ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആംബ്രോനെ വിളിച്ച് പറഞ്ഞിട്ട് ആംബ്രോ ഇന്നൊരു day in my life ആണ് ചെയ്യുന്നത്. നീ അവിടുത്തെ കാര്യം നിന്റെ ഒരു ഡേ നീ ഫുൾ വീഡിയോ എടുക്കണമെന്ന് ഞാനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ഒരു ഡേ ഇവിടുന്നും വീഡിയോ എടുക്കുന്നതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. സോ എല്ലാവരും ഷോർട്സും കാണുക. ഞാൻ രാവിലെ തന്നെ എണീച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുതായി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിങ്ങൾ കാണാം. കാരണം ചെറുതായിട്ട് ഞാനൊരു റീൽ ഷൂട്ട് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ലാസേ ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ. രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക. ഇനി നേരെ ഫസ്റ്റ് നമ്മുടെ പണി എന്ന് പറയുന്നത് കാർ വാഷ് ചെയ്യലാണ്. അപ്പൊ അതങ്ങോട്ട് ചെയ്യണം. ബാക്കിയെല്ലാം വീഡിയോസിൽ കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടീനെയൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുളിച്ചിട്ട് നേരെ നമ്മൾ കൊച്ചിയിലേക്ക് പോകണം. അവിടെ ഞാൻ ഇന്ന് വരുന്ന കാര്യം സാരി എടുത്ത് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് പോവാം. ഓക്കെ, നമുക്ക് റെഡി ആവാം. ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫൗണ്ടേഷൻ ചെറുതായിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി കോമ്പാക്ട് ഇടാം. ഗൈസ് എന്തിടുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലാജിയുടെ രോമാണ് ഗൈസ്, കണ്ടോ? ഈ ലാജിയുടെ രോമാണ് എല്ലാ സ്ഥലത്തും. ചെറുതായിട്ടൊരു ബ്രൗണി ടൈപ്പ് ഉള്ള ഒരു ഐഷാഡോ ഇടുന്നുണ്ട്, ചെറുതായിട്ട് ഇടുന്നുള്ളൂ. ഞാൻ എപ്പോഴും ഐഷാഡോസ് ഇടാറില്ല. ഇനി ഐഷാഡോ ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഹൈലൈറ്റർ എപ്പോഴും കണ്ണിന്റെ മേലെ ഇടും ഗൈസ്. അതെന്റെ ഒരു ഇതാണ്. ഐലൈനർ ഓക്കെ, ഭയങ്കര ഉണ്ടോ? ലൈൻ ഇട്ടെന്നെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നെക്സ്റ്റ് മസ്കാര ഗൈസ്. മസ്കാര ഇടുമ്പോ ആംബ്രോനാണ് ഓർമ്മ വരുന്നത്. കാരണം ആംബ്രോയുടെ ഐലാഷ് നിങ്ങൾ ശ്രദ്ധിച്ചോണോ? ഈ സൈഡ് ഇങ്ങനെ ഇരിക്കുന്നു ഉണ്ട്, പക്ഷെ ഒന്ന് ഇങ്ങോട്ടാണ് ഒന്ന് അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നിന്റെ മസ്കാര ഇടലൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാവേ. കൂടി പോയോ? ഇല്ല. നെക്സ്റ്റ് നമ്മളെ ലിപ്. സോ നമ്മളെ മേക്കപ്പ് ലുക്ക് അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എണീറ്റു നേരെ ഷോപ്പിലോട്ടൊന്ന് പോവാണ്. അവിടെ കുറച്ച് പണിയുണ്ട്. അവിടെ കുറച്ച് കൊറിയറൊക്കെ അയക്കാനുണ്ട്. ആ കൊറിയറൊക്കെ അയച്ചിട്ട് സെറ്റ് ആക്കാനുണ്ട്. ഓക്കെ, ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഡെയിലി ഓർഡേഴ്സ് വരുന്നത്. അപ്പൊ ഇന്നലത്തെ ഓർഡേഴ്സ് ആണ് ഇരിക്കുന്നത് ഫുള്ള്. അപ്പൊ ഇന്ന് നീ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോവുക, കൊറിയർ അയക്കുക. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ പോവുക, പാഴ്സൽ എടുക്കുക, സ്റ്റോക്ക് ഷോപ്പിലോട്ട് കയറ്റുക. അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചി. ഞാൻ അങ്ങനെ റെഡി ആയി. ഓക്കെ, ഞാൻ സത്യം ഈ ഷർട്ട് ഇപ്പോൾ ഒരുപാടായിട്ട് ഇട്ടിട്ട് ഇതെന്താ അറിയില്ല ഗൈസ്, ജീൻസിലേക്ക് ഇട്ടിട്ട് ഞാൻ ഭയങ്കര ചെറുതായി ഫീൽ. ചെറുതാണ് എന്നാലും ഭയങ്കര ചെറുതായി ഫീൽ. അപ്പം ഇങ്ങനത്തെ ഒരു കാലിലേക്ക് ഇട്ട് കൊടുത്തു. മൈ 3 kids. ഓക്കെ, ഒന്ന് ഉറങ്ങുകയാണ്, ഒന്ന് ഇതുവരെ ഉണരാൻ ടൈം ആയില്ല. ഇത് ഒന്ന് യെല്ലോ, പിന്നെ ഇത് ഗൈസ് ഇത് ലാസിൻ്റെ സെയിം കളറാണ്. പക്ഷെ ഇതിനൊക്കെ പാട്ടൊക്കെ പാട്ടെല്ലാം ശ്വാസം വലിക്കും, കണ്ടോ? എല്ലാം മോഡുണ്ട് കേട്ടോ. ഫസ്റ്റ് മുത്ത് ലാജി കഴിഞ്ഞിട്ട് ആ കുട്ടികളുള്ളൂ കേട്ടോ. ലാജി ചെറുതായിട്ട് എന്നോട് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ലാജി കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക, പിന്നെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡെയിലി നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. കാരണം ഇത് ഫുള്ള് കണ്ടോ ഒരു പൊടികളൊക്കെ വന്നിരിക്കും, കണ്ട? ഒന്ന് ക്ലീൻ ആക്കാം. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഇതാ ഗൈസ്. ഈ വെള്ളം ഇങ്ങനെ റീഫിൽ ചെയ്യുന്നിട്ട് നല്ല രസം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കണ്ട? കുളു 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 പറഞ്ഞിട്ട് വെള്ളയിൽ ഫില്ലാവും. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്താട്ടെ, ടൈമായി ഷൂട്ട് ചെയ്യാൻ. സോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേ പ്രോട്ടീൻ ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്, പിന്നെന്തോ പ്രീ വർക്കൗട്ട് ഉണ്ട്. ഇത് കോഫി. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പോയി ഹെയർ കട്ട് ചെയ്ത കേട്ടോ, കാണാവോ? ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം അങ്ങോട്ട്. ഗൂഗിൾ പേ. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ആളെ നമുക്കൊന്ന് കോൾ ചെയ്ത് പുറത്തോട്ട് വിളിക്കാം. ഗൈസ് ഇവിടെ ആരെയും വന്നിരിക്കുന്നു. നിന്നോട് ആരും കൂടെ വരാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ആലപ്പുഴന്ന് വീട്ടിൽ എടുക്കാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഫുൾ സെറ്റപ്പ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കഴിക്കാനുള്ള ഫുഡ് മൈക്കിലെ നീ സംസാരിക്കൂ. സോ ഗൈസ് അങ്ങനെ ആലപ്പുഴന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നൊരു ചെക്കൻ സർപ്രൈസ് ആ. ഞാൻ വീഡിയോ കണ്ടിട്ട് സർപ്രൈസ് ചെയ്യാൻ വന്നിരിക്കുക. ഞാൻ സർപ്രൈസ് ആയി. ഇനിയിപ്പോ നമ്മളെ ഡേ ആണിന്ന്. ഒരു പ്ലാൻ ഇല്ലാതാണ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ സർപ്രൈസ് പറഞ്ഞിട്ട് നിന്നെയാണോ സർപ്രൈസ്?
ബ്രോയുടെ കൺപീരിയുടെ കാര്യം പറഞ്ഞു. നീ വന്നാ നന്നായി, ഞാൻ നിന്റെ കൺപീരിന്റെ കാര്യം പറഞ്ഞു. അങ്ങോട്ട് നോക്കിയേ, കണ്ടോ ഗൈസ്, കൺപീലി കണ്ടോ? നോക്കി പേടിപ്പിക്കല്ലേ, എടുക്കട്ടെ നല്ല ഷോട്ട്. ആംബ്രോ ഭയങ്കര ബിസിനസ് തിരക്കാണ്. ആംബ്രോന്റെ ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ ഇടുന്നോണ്ട് ഫുൾ മെസ്സേജുകൾ, എന്തോരം ഓർഡറുകളാ വരുന്നത്. ആംബ്രോ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. നമ്മള് HMT എത്തിയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ കാർ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് ഒരുമിച്ച് ചെയ്ത വീഡിയോ ഓർമ്മയുണ്ടോ? കാർ ഡ്രൈവ് ചെയ്യാൻ. അതൊക്കെ ഈ സൈഡ് ഇവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത്. നമ്മളിപ്പോ ഇവിടെ നമുക്കൊരു ഷോർട്ട് വീഡിയോ എടുക്കാണ്ട്. അപ്പൊ ഇവിടെ നിന്നാകുമ്പോ റോഡ് വണ്ടികളൊന്നും ഇല്ല കേട്ടോ. മനസ്സിലാവുന്നില്ല, എന്തൊരു വൃത്തിയില്ലായ്മ. എന്താണ് ക്യാമറക്ക് എന്ത് പറ്റി? സോ ഗൈസ്, അങ്ങനെ നമ്മള് ഷോട്ട് എടുക്കൽ കഴിഞ്ഞു. 1-2 ചീറ്റി പോയില്ലേ ഷോട്ട് കാര്യങ്ങള്. പിന്നെ ആണ് ഇവിടെ ഒക്കെ നല്ല സൺലൈറ്റ് ഗൈസ്, നല്ല രസമാണ് ഇവിടുന്ന് വീഡിയോ എടുത്താല്. പിന്നെ റഷ് ആയിട്ടുള്ള വണ്ടികളൊന്നും പോവാത്തോണ്ട് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാറിന് എടുക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരും അല്ലേ. പിന്നെ നല്ല രസമാണ് ഇവിടെ. അപ്പൊ ഇനി നമ്മള് നേരെ എങ്ങോട്ടാ? നേരെ നമ്മള് വീട്ടിൽ പോവാണ്. വീട്ടുകാരുടെ ടൈം ആയിരിക്കുന്നു. ആ കഴിഞ്ഞ ആംബ്രോക്കിന്റെ വീട്ടിൽ പോവും, ഞാൻ എന്റെ വീട്ടിലും പോവും. ഓക്കെ ഗൈസ്, ആംബ്രോക്ക് മൈക്കിൽ സംസാരിക്കണോന്ന് നിർബന്ധം. മൈക്കുള്ളപ്പോ നമ്മള് മൈക്കിലേ സംസാരിക്കുള്ളൂ അല്ലേ? അല്ല പിന്നെ ഇങ്ങോട്ട് വെച്ചത് മൈക്കുള്ളൂട്ടോ. ഒന്ന് പോയി അപ്പൊ എന്താ പറയാ, ഇന്ന് നമ്മൾ വേറൊന്നും എങ്ങോട്ട് പോവാനൊന്നും പ്ലാൻ ചെയ്തില്ല. കാരണം ഒരാൾ സർപ്രൈസ് ആയി വന്നതാണ്. സർപ്രൈസ് ചെയ്ത് വരുമ്പോ ആളിനെ പ്ലാൻ ചെയ്യണം. സർപ്രൈസ് ആയിട്ട് വരാനടുത്ത് ഇവളാ പ്ലാൻ ചെയ്യണം. ഇവളാണ് കൊച്ചിക്കാരി എന്ന് പറയുന്നത്. ആണ് ഇവള് കൊച്ചിയല്ല, ഇവള് കോഴിക്കോടാണ്. നീ വരുന്ന കാര്യം എനിക്ക് അറിയാം. ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യാനാ? എന്റെ പ്ലാനിൽ നീ ഇല്ല. എന്നത്തെ പ്ലാനില്? എന്റെ പ്ലാൻ ഞാൻ സർപ്രൈസ് ആയിട്ട് നിന്നെ കാണാൻ. അപ്പൊ ഇനി സർപ്രൈസ് ചെയ്ത് വരുമ്പോ എന്റെ പ്ലാൻ കൂടി ചെയ്യുവിൻ. ഇല്ല ഇനി സർപ്രൈസ് ഇല്ല. അതാ ഗൈസ്, ഇതുണ്ട് HMT പോവാട്ടോ. ഈ സ്ഥലം അടിപൊളിയാല്ലേ? എപ്പോ വന്നാലും ഇതേപോലെ അത് എന്ത് രസമാണ്. ഇരുടുകൂടി ആപ്പ് കണ്ടില്ലേ? കറക്റ്റ് ലൈക്ക് വേറെ ഏത് റൂട്ട് പോകുന്ന ഫീൽ. ബാംഗ്ലൂർ പോകുന്ന ഒരു ഫീലാണ്. ബാംഗ്ലൂർ ഇങ്ങനത്തെ കുറെ റൂട്ടുണ്ട്. എന്ത് രസമാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. ആംബ്രോ പോവില്ലേ? ഓക്കെ, ഇനി ഡേ നിന്റെ എപ്പോഴാണ് അവസാനിക്കുന്നത് അതിന് വീഡിയോ എടുത്തോണ്ട് നീ ഞങ്ങൾ നേരെ ആലപ്പുഴക്ക് പോവാണോ? അത് എനിക്കറിയട്ടെ. വീഡിയോ എടുത്തോണ്ട് എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാ മതി. ഓക്കെ, അപ്പൊ ആംബ്രോ കാണാം. ഓക്കെ ബൈ ബൈ. ആംബ്രോ എന്താ കഴിക്കട്ടെ, എന്താ പ്രോട്ടീൻ എന്തൊക്കെ കഴിക്കാണ്. ഓക്കെ എന്നാ. സോ ഗൈസ്, നമ്മളിപ്പോ ആലപ്പുഴ എത്തി കേട്ടോ. ഗൈസ്, നമ്മുടെ ഫുഡെല്ലാം കിട്ടി. ഫുഡ് മേടിച്ച്, പാഴ്സൽ മേടിച്ച്, ചിക്കൻ ഷവായ, ഒരു ഹാഫ് ഷവായ മേടിച്ച് ഇനി നേരെ ഇതുമായിട്ട് നേരെ വീട്ടിൽ പോവുക, കഴിക്കുക, കിടന്നുറങ്ങാം. ഓക്കെ ബൈ.